സാർ ആരാ? എന്താണ് സാറിന്റെ ഉദ്ദേശം? പണി തരാൻ കൊണ്ടുപോയാണോ? അണയപ്പന് പേടിയുണ്ടല്ലേ? എടാ, എന്റെ പേരും അറിയാം. പെട്ടു. സാവിയെ സഹായിക്കാനാണ് ഞാൻ വന്നത്. കൂടെ എനിക്കൊരു സഹായം ചോദിക്കാനും. ഓ, കൊട്ടേഷൻ തരാനാണോ? കാലാ കയ്യ അതാ വണ്ടി പിടുത്തോ. എനിക്കൊരു പാക്ക് സിഗരറ്റ് വാങ്ങിച്ചു തരുമോ? കാശ് തരൂ. ഒരു പാക്ക്. ബാക്കി തരണ ശീലം എനിക്കില്ല. വേണ്ട, വെച്ചോളൂ. അത് കള്ളനോട്ടാ. ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ സ്കെച്ചാണ് സാവിയുടേത്. ചോദിക്കുന്ന കാശ് കിട്ടിയാൽ ചില്ലറ ഗുണ്ടാപ്പണികളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുന്ന ക്രൈംസ് എല്ലാം ഒരു പരിധി വിട്ട് പോവില്ല എന്ന് നീ ഉറപ്പ് വരുത്തും. എ സ്മോൾ ടൈം തഗ് ഹു നെവർ ക്രോസസ് ദ ബോർഡർ ലൈൻ. പോലീസിലും അത്യാവശ്യം ചില ബന്ധങ്ങളൊക്കെ നിനക്കുണ്ട്, ദോ നോട്ട് ഇൻ ദ ടോപ്പ് ബ്രാസ്. സോ ഇതുവരെ നിന്റെ പേരിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ മമ്മയ്ക്ക് നീ ഒരു ഗുണ്ടയാണെന്ന് അറിഞ്ഞുകൂടാ. അവരത് അറിയരുതെന്ന് നിനക്ക് നിർബന്ധമുണ്ട് അല്ലേ? ഷീസ് ദ ഓൺലി വൺ ഹൂം യു റിയലി കെയർ ഫോർ. സാവി, നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ ഒരു കൊട്ടേഷൻ. അതിനുവേണ്ടി ഞാൻ നിനക്ക് തരാൻ പോകുന്നത് $300,000, റഫ്ലി 1.5 കോടി രൂപ. ഒഡീസേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സിമ്പിൾ, ഒരാളെ കൊല്ലണം. യു മീൻ ദാറ്റ് ഈസ് സിമ്പിൾ? സാവി, എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. അത് കോംപ്ലക്സ് ആക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മളങ്ങ് വിചാരിച്ചാൽ പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്തു തീർക്കേണ്ടത് ഇവിടെയല്ല. ഐ വിൽ ടേക്ക് യു ടു മൈ പ്ലേസ്, ബാങ്കോക്ക്. പറഞ്ഞ ജോലി നീ ചെയ്തു തീർക്കുന്ന സമയത്ത് നിന്റെ അക്കൗണ്ടിൽ പണം വരും, കൂടെ ഇങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റും. ഇറ്റ്സ് ഗോണ ബി ആൻ അബ്സല്യൂട്ട്ലി സിമ്പിൾ ജോബ്. നടക്കില്ല സർ. നടക്കും. കാരണം നിന്റെ പേരിലൊരു കേസ് ഉണ്ടാവുന്നതും അത് നിന്റെ മമ്മ അറിയുന്നതും നിനക്കിഷ്ടമല്ല. നിന്റെ സ്വപ്നങ്ങൾക്കെല്ലാം കൂടി 1.5 കോടിയുടെ വിലയുമുണ്ട്. സോ യു ഹാവ് നോ ചോയ്സ്. ദിസ് ഇസ് മൈ കാർഡ്. വിൽ മീറ്റ് ഇൻ ബാങ്കോക്ക് നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ, ടേക്ക് കെയർ. ഹലോ, ഏത് ആ പഞ്ചായത്ത് ഓഫീസിന് വളവി കാണുന്ന സ്ഥലത്തിന് 5 ലക്ഷം രൂപയെ? എടാ, സ്ഥലത്തിന് വീല് വല്ലതും ഉണ്ടോ പടേ? അല്ല, ഉരുട്ടിക്കൊണ്ട വയറ്റിലെ ഹബ്ബിനെടുത്ത് വെക്കാനാ. അല്പം കൂടി വില കിട്ടുമല്ലോ. വെച്ചിട്ട് പോടപടേ. ഇവനെയൊക്കെ ടിപ്പർ കയറ്റി കൊല്ലണം. ഇതൊരു 2.5 ഏക്കറോളം വരും. ഇന്നലെ BLF വന്ന് നോക്കിയതാ. അവർക്ക് സ്ഥലം ഇഷ്ടമായി. പക്ഷെ ഒറ്റ ബാക്കി കച്ചവടം പോയി. അതെന്താ? ഞാൻ അവരോട് പറഞ്ഞു സ്ഥലം ഇഷ്ടമായെങ്കിൽ 2 ലക്ഷം ടോക്കൺ കൊടുക്കാൻ. ഉടനെ അവരിലൊരുത്തം പറയുക 2 ലക്ഷം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ബോസ് ഒറ്റ കീറ. 2 ലക്ഷം എന്ന് പറഞ്ഞ് അവന്റെയൊക്കെ മുട്ടുപിടിച്ചു. ഇവനൊക്കെയാണ് 30 കോടിയുടെ ബിസിനസ് നടത്താൻ വന്നേക്കണത്. ഒന്ന് പോകാൻ പറയട അവരോട് എന്ന് പറഞ്ഞ് ബോസ് വണ്ടി കീറി ഒറ്റ പോക്ക. കഴിഞ്ഞില്ലേ എല്ലാം? ഞങ്ങൾ ടോക്കൺ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടനെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ആളൊരു ബുദ്ധിമാനാണെന്ന്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയാ. ഞങ്ങൾക്ക് ഈ ബോസിനെ എപ്പോ കാണാൻ പറ്റും? അയ്യോ, അത് പറയാൻ പറ്റില്ല. വന്നാ പറയാൻ വന്നു. മിനിയാവുന്ന അമേരിക്കയിലായിരുന്നു, ഇന്നലെ ബോട്സ്വാനയിലായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. ഇന്ന് എവിടെയാണോ എന്തോ. പക്ഷേ നിങ്ങൾ വരുന്ന കാര്യം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് ഒക്കെ ഓഫീസിൽ നിന്ന് ചെയ്യാം. എന്താ? നിങ്ങളുടെ ഭാഗ്യം, ദേ ബോസ് വരണുണ്ട്. വരവ് കണ്ട. ബോസ് നമസ്കാരം. വന്നാട്ടെ. ബോസ്, ഇവരാണ് നമ്മുടെ സ്ഥലം മേടിക്കാൻ വന്ന ആൾക്കാർ. Hey, I'm Prem. Hi. Hello. So, you like this piece of shit? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. Then it's a deal. ബാലു, ഇവർക്ക് കൊണ്ട് ഡോക്യുമെന്റ്സ് കൊടുക്കും. അത് ഞാൻ കൊടുക്കും. സി, സിറ്റിയിൽ എനിക്ക് വേറെയും സ്ഥലമുണ്ട്. ഇത് മുഴുവൻ പാവം പപ്പ US കിടന്നുണ്ടാക്കിയതാ. ഇതൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള. വാട്ട് യു സേ ഡൂഡ്? ടോക്കൺ റെഡിയാണ്. ചെക്ക് ഇൻ ക്യാഷ്. സോറി, ക്യാഷ് ഞാൻ വാങ്ങാറില്ല. ട്രാൻസാക്ഷൻസ് എല്ലാം only through bank. I believe in white money. Please excuse. We'll do one thing. You have net banking, I suppose. Sure. Yeah. All right, transfer the money to my account. We'll give details. My account details. Okay. What's up? കണക്ടിവിറ്റി ഇല്ല.
ഓ ലൗസി കണക്ടിവിറ്റി. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. അതിനൊക്കെ US-ൽ വാവ്. ബാലു ബസ് നീ ഒരു കാര്യം ചെയ്യും 2 lakhs വാങ്ങിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കുക. എന്നിട്ട് ആ കാശിന് എന്റെ ഫെററി ടയർ ഒന്ന് മാറ്റിയിട്. ഓക്കെ, I'll see you guys. കണ്ടാ പുലിയാ പുലി. ബാലു ബാലു നീ എവിടെയാ? ആ ഞാൻ നിന്റെ ഫെറാറിന്റെ ടയർ മാറുവാ. അവന്റെ ഒരു ഫെറാറ. ഇവിടെ സ്ഥലം വാങ്ങാൻ കാണിച്ചു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെ ബ്രോക്കർ നീയാ. വിൽക്കണ മുതലാളി ഞാനും. നേരം വെളുക്കുമ്പോ പോലീസുകാർ വരാതിരുന്നാ മതി. മണ്ടന്മാർക്ക് പുറത്തു പറയാൻ പറ്റില്ല. അതെന്താ? കോണ്ടിനെന്റൽ ഗ്രൂപ്പ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ അതിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാത്ത പോഴന്മാര്. അതങ്ങനെ ഇവന്മാരൊക്കെ ഇപ്പൊ റിയാലിറ്റി ഷോയുടെ പുറകല്ലേ. 1 കോടി രൂപ സമ്മാനം കൊടുക്കണേ. അപ്പോ 2 ലക്ഷം രൂപയൊക്കെ കണ്ണടച്ചു. 2 ലക്ഷോ? അപ്പൊ ആ കമ്പ്യൂട്ടറുടായി പോയി അവരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ കള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയ 2 ലക്ഷോ? ഓഹോ അതുകൊണ്ടല്ലേ. അപ്പൊ മൊത്തം 4 ലക്ഷം രൂപ. കൊള്ളാം. കളയലേ സർക്കാർ സെക്സ് ഏർപ്പെടുത്തിയേക്കണ 200 സാധനം 250. എടാ മണ്ട, സെക്സ് അല്ല സെസ്. സെക്സ് ആയാലും കളരെ വളരട്ടെ. Cheers. ID കാർഡ്. ഫോട്ടോയിൽ ഇത്തിരി നന്നായിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇത്തിരി ക്ഷീണിച്ചു. യുനോ ട്രാവലിംഗ് വേൾഡ് വൈഡ്. പീറ്റർ ഡേവിഡ് പോളക്കാട്ടിൽ. ഈ ഡേവിഡ് അച്ഛൻ്റെ പേരാണല്ലേ? ഈ പപ്പടൻ അമ്മ പറഞ്ഞുള്ള അറിവാണ്. ഈ പോളക്കാട്ടിൽ പോളക്കാട്ടിൽ അതൊരു അഭിമാന പ്രശ്നമാണ്. പണ്ട് പോളക്കാട്ടുകാരെന്ന് പറഞ്ഞ അപ്പീലില്ല. പക്ഷേ ഇപ്പൊ പഴയ പ്രതാപമൊന്നും ഇല്ല കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ പീറ്റർ ഒപ്പിട്ടോളൂ. Can I have a pen? പ്രേമ പ്രേമോ? ആർക്ക് പ്രേമോ? എനിക്ക് അവളോട് പ്രേമമില്ല, ഒരു മണം കണ്ടില്ല. എടാ അത് നീ മിണ്ടരുത്. ഈ പോളക്കാട്ടുകാരെ അങ്ങനെ വളക്കാൻ കിട്ടൂല. നീ അവളോട് ചെന്ന് പറഞ്ഞേര്. എടാ ബാലു നീ ഒന്നും പറയണ്ട. ഈ പീറ്റർ ഇപ്പൊ കാര്യം വരും. പറയാം. ഈ പീറ്റർ ഇപ്പൊ വരും. നീ പോ. സോറി സർ, ഓരോരോ പ്രശ്നങ്ങളെ. പീറ്റർ ഒപ്പിടാം. ഫോർജറി, ചീറ്റിംഗ്, ഇംപേഴ്സണേഷൻ, അങ്ങനെ ഒരുപാട് ചാർജസ്. ബലം പിടിക്കില്ല. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോയേക്കാം. ഇങ്ങോട്ട് വാടാ. ഒന്ന് പറയണ്ടടാ തെണ്ടി. എടാ ഞാൻ അത് പറയാനാണ് വന്നത്. ഇടി കൊള്ളുമ്പോ എന്റെ പേരൊന്നും പറയല്ലേ. ഗുഡ് ബൈ. ഹലോ, ആ പഞ്ചായത്ത് ഓഫീസിന്റെ വളവിൽ കിടക്കണ സ്ഥലോ? സാറേ ഭയങ്കര ലാഗാണ് കേട്ടോ. എത്ര നേരമായി എന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതൊരുമാതിരി അവാർഡ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയ പോലെ. ഞാൻ പോവാ. ഓക്കെ പ്രേം, എവിടെയാടോ അടുത്ത ഫ്രോഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്നാര് പറഞ്ഞു? പേരിൽ ഇക്കണ്ട ചാർജ് മുഴുവൻ ഉണ്ടായിട്ടും നിന്റെ മേത്തൊരു പിടി പൂടി വീഴാതെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് you're pretty much my business dude. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. നീ ഫാസ്റ്റ് ബക്കിൻ്റെ ഉസ്താദല്ലേ? എൻ്റെ ഓഫർ ഒരു ജാക്ക് പോട്ടാണ്. എത്ര? $300,000 which means 1.5 കോടി രൂപ. ആരാ ചാമ്പണ്ടേ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ആർക്കും ഉള്ളൊരു കൊട്ടേഷൻ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് തെറ്റിയില്ല, നീ മിടുക്കനാ. ലിസൺ, അധികം ചോദ്യം ഉത്തരവൊന്നുമില്ല. കളി ബാങ്കോക്കിലാണ്. കാര്യം നടന്നു കഴിഞ്ഞാൽ പറഞ്ഞ പണവും റിട്ടേൺ ടിക്കറ്റും. ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അത് ശരിയാവില്ല. ഒരാളെ തട്ടാനുള്ള ഫിസിക്കൽ സ്ട്രെങ്തോ സ്കില്ലോ ഒന്നും എനിക്കില്ല. മനസ്സുണ്ടല്ലോ, ഒരു കൂൾ കാൽക്കുലേറ്റിംഗ് റെഡിനെസ്, അത് മതി. മണിയപ്പാ വണ്ടി റെഡിയല്ലേ? ഓ എന്താ മമ്മ ഇത്? മമ്മയല്ലേ പറയാറ് പുറത്ത് പോകണം, നല്ല ജോലി ചെയ്യണം. മമ്മ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സീരിയസ്ലി കം ഓൺ ഗെറ്റ് അപ്പ്. മണിയാ പറയടാ. കം ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. ബി എ ഗുഡ് ഗേൾ. ഗെറ്റ് അപ്പ്. എടാ നീ എല്ലാ ദിവസവും ഇവിടെ വന്ന് മമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. എടാ അപ്പൊ എന്റെ കാര്യം ആരും അന്വേഷിക്കും? പോട്ടടാ. എന്താടാ കൊച്ചു പിള്ളേരെ പോലെ? അതല്ലടാ, പണ്ടായിരുന്നിട്ട് പെട്ടി എടുത്ത് മാറ്റടാ. ഓ
സോറിടാ, സോറി. എടാ, അവിടെ എത്തിയിട്ട് വിളിക്കാം. സെറ്റിലായാൽ നിന്നെ കൊണ്ടുപോവാം. പട്ടിണി കിടന്ന് ചത്തിലേക്ക് അങ്ങ് വരൂടാ. Hey, Mrs. Savvy? യാ സാവി, യാ ലെറ്റ്സ് ഗോ. Okay. Just wait a sec. Hello, sir. It's for you. ഹലോ സർ. യെസ് സാവി, ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ഐ വിൽ ബി ദർ. Hello. Hello. Hi, Mr. Prem. Your hairstyle is so cool. സാവി, നിന്റെ ആങ്സൈറ്റി അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സമയമായിട്ടില്ല. അതാവട്ടെ, അപ്പൊ പറയാം. ആൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ പറ്റൂ സർ. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തിയിട്ട് അതുപോലും അറിയാതെ ഒരു കൊട്ടേഷന്റെ ഭാരവും ചുമന്ന് നടക്കാൻ ബുദ്ധിമുട്ടാണ്. മോനെ, നിന്നെപ്പോലെ മതം പൊട്ടി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന നഗരങ്ങളാണ് ബാങ്കോക്കും പട്ടായയും ഒക്കെ. They're easily the most enticing sin cities of the world. നീ സുഖമുള്ള നനുത്ത ചെറിയ പാപങ്ങളിൽ തുടങ്ങ്. കടുപ്പമുള്ളത് ഒടുക്കം. ഞാൻ പറഞ്ഞോളാം. Till then go berserk. അല്ല, ഞാൻ നീ ഇവിടെ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പുതുതായി ചാർജ് എടുത്ത പ്രൊജക്ട് മാനേജറാണ്. പക്ഷെ ഇവിടെ അധികമാരുമായിട്ടും വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും വേണ്ട. സേ നത്തിങ്, ഹിയർ നത്തിങ്. നിന്റെ ഒരു നാവ് പിഴ കൊണ്ട് നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ, സാവി, കൊച്ചിയിൽ മമ്മ തനിച്ചാണ്. ഓ, ത്രെറ്റ്. അയ്യോ, ഭീഷണിയല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. Ram, here are the papers. I have marked places where he has to sign. സാവി, നീ ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ടേക്ക്. എവിടെ ഒപ്പിടേണ്ടെന്ന് ഇറ്റ് ഇസ് മാർക്ഡ്. പെൻ ഇസ് ഇൻസൈഡ്. ഇതൊക്കെ എന്താ? ഇറ്റ്സ് ജസ്റ്റ് സം ഫോർമാലിറ്റീസ് മാൻ. മെഡിക്ലെയിം, വർക്ക് പെർമിറ്റ്, റെസിഡന്റ് പെർമിറ്റ്, അഡ്വാൻസ്, all those routine stuff. Just that. Open. Savvy, meet Prem. മലയാളിയാണ്. He's our systems manager. Prem, meet Savvy. He's our project manager, constructions. Hey, Prem. ഹായ്. Both of you join me for a party tonight. ഓക്കെ. താങ്ക്സ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആരുമായിട്ടും അധികം കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട. ആര് ചോദിച്ചാലും നീ എൻ്റെ അടുത്ത പ്രോജക്റ്റിലെ സിസ്റ്റംസ് മാനേജർ. അതൊക്കെ ഓക്കെ. പക്ഷെ നാളെ സാർ ഇവിടുത്തെ ഒരു മന്ത്രിയെ ചൂണ്ടിക്കാണിച്ചെന്ന് അയാളെ തട്ടാൻ പറഞ്ഞ ഞാൻ സ്കൂട്ടാവും. അതുകൊണ്ട് നിനക്ക് ആളാരാണ് എന്നറിയണം. സമയമാവട്ടെ മോനെ, ഞാൻ പറയാം. പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ നീ ഇവിടുന്ന് സ്കൂട്ടാവാൻ നോക്കാനും എനിക്ക് പറ്റില്ലേ. സോ ജസ്റ്റ് സ്റ്റേ കാം ആൻഡ് കീപ് ക്വയറ്റ്. സൂസൻ. Hi, Ram. You're looking damn hot, babe. I'm always hot, Ram. ഹേ, ഐ ആം പ്രേം. Yeah, we met. ഇതൊരു അടിപ്പ സാധനമുള്ള സാറേ. ആണോ? You understood what he said, Susan? പിന്നെ മനസ്സിലാവാതെ? മലയാളിയാണോ? The night is all yours, guys. Carry on. സോറി, എനിക്ക് മലയാളിയെന്ന് അറിയില്ലായിരുന്നു. എന്നെ കണ്ടപ്പോ തനിക്ക് തോന്നിയ ഈ കിക്കിന് ലോകത്തെവിടെയും ഒരു പേരേ ഉള്ളൂ. ബാങ്കോക്ക്. ഹേയ്. ഹേയ്. ഹായ് ഡ്യൂഡ്. അവിടെ വെച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. താനും പുതിയ അപ്പോയിന്റ്മെന്റ് ആണോ? ഏയ്, ഞാൻ രാമോഹന്റെ യുഎയിലെ ബിസിനസ് ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യായിരുന്നു. കുറെ നാളെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വീക്ക് ഐ സെഡ് യെസ്. സാവിയോ? ഞാൻ കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തുമായിരുന്നു. പിന്നെ നല്ലൊരു ഓഫർ കിട്ടിയപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. കൊച്ചിയിലോ? ഞാനും. തൻ്റെ ഇവിടെ കൊച്ചിയിലാണോ? കോട്ടയം കുമരകം. ഏതായാലും ഇവിടെ ഒരു കമ്പനി ഇല്ലാതെ ബോറടിക്കുന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ താനുണ്ടല്ലോ. എനിക്കിവിടെ ഒരു കമ്പനി ആയി. ഓ, ലെറ്റ് മീ ഫിക്സ് എ ഡ്രിങ്ക്.
ഓ, ഈ പാമ്പിന്റെ വാളോ ഇത് തന്നെയാണോ? അപ്പൊ നേരത്തെ വന്ന ബാഗും പാണ്ടൊക്കെ ഇവന്റെ ആയിരുന്നു. ഈ രാമോഹൻ സാറല്ലേ സസ്പെൻസിന്റെ ആളാണ്. നിനക്കൊരു കൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ബാങ്കോക്ക് അല്ലേ, വല്ല ഗേൾസ് ഒക്കെ ആയിരിക്കും. എവിടെ വീഴല്ലേ, എഴഞ്ഞു കേറാത്തേക്ക. അയ്യടാ, മിനിമം ഒരു ടാങ്ക് വെള്ളം വേണോ ഒന്ന് നനയണമെങ്കിൽ. എന്തൊരു വലിപ്പം. ഓ, ജിയോ വെച്ച ഈ കാണുന്ന തടിയൊക്കെ ഉള്ളല്ലേ, ഒരടപ്പിൽ അടിച്ചാലും ഫിറ്റാ. തോർത്തിട്ട് എഴുന്നേറ്റ് പോരെ. Ravi, good morning. Hello. Wake up. എന്താ കോഫി? താങ്ക്സ്. അതെ, ഇത് ശീലമാക്കണ്ട. അളിയൻ ഇന്നലെ അടിച്ച് കോങ്കി വാള് വെച്ച് എന്റെ സന്തോഷത്തിൽ ഇട്ട് തന്നതാ. ഇന്നലെ കയ്യിൽ നിന്ന് പോയി. ഒടുക്കത്തെ വെയിറ്റ് അല്ലേ, ഇന്നലെ എന്റെ കയ്യിൽ നിന്നും പോയി. ഞാൻ ഇന്നലെ നേരത്തെ മുങ്ങി. ആ രാമോഹന് മുടിഞ്ഞ കപ്പാസിറ്റിയാടാ. ഒരു ഫുൾ ബോട്ടിൽ തീർന്നിട്ട് അയാൾ അനങ്ങാൻ നിന്നില്ലേ. നീ എപ്പോഴാ ഓഫീസിലേക്ക്? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാളെ അയക്കാന്ന് പറഞ്ഞു. ഓ, എന്നോടും അത് തന്നെ പറഞ്ഞു. എനിക്ക് വേറെ കമ്പനീസ് നിന്നൊക്കെ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഈ രാമോഹൻ പോകാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാന്ന് എല്ലാരും പറയുന്നത്. നീ വലിയ കക്ഷിയാണല്ലേ? നോ, ഐ ആം വെരി സിമ്പിൾ. നിന്റെ ചോദ്യത്തിനുള്ള മറുപടി തരാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ആരെ അതല്ലേ നിനക്കറിയേണ്ടത്? സാന്തോം സൂയി 7 സിക്കോൺ സ്ക്വയർ. ഇറ്റ്സ് എ ഷോപ്പിംഗ് സ്പേസ്. ഗോ ടു കോഫി ഷോപ്പ് നമ്പർ 28 ടേബിൾ 3. അവിടെ നിന്നെ കാത്തിരിക്കുന്നവനാണ് നിന്റെ ടാർഗറ്റ്, നിന്റെ ഇര. എക്സ്ചേഞ്ച് സം പ്ലസൻട്രീസ് ആൻഡ് ഹാൻഡ് ഹിം ദിസ് ഐപാഡ്, ദെൻ ക്വിറ്റ് ദ സീൻ. ഓക്കെ. അവൻ ആരാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ പ്ലാൻ യുവർ ഡീഡ്. എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. Then take off now. അളിയ, നീ എന്താ ഇവിടെ? എന്ത് ലവള് സമാന്ത നിന്നെ തേച്ച? പിന്നെ എന്തോന്ന്? ഐപാഡാ? എനിക്കറിയില്ല, രാമോഹൻ സർ തരാൻ പറഞ്ഞു. നീ പോവാണോ? ഹലോ രാമോഹൻ സർ. ഐപാഡിന്റെ സെക്യൂരിറ്റി കോഡ് 9149. ഓപ്പൺ ദി ഗാലറി. അതിലൊരു മുഖമുണ്ട്. അവനാണ് നിന്റെ ടാർഗറ്റ്. അവനെയാണ് നീ കൊല്ലേണ്ടത്. സാവി, ഹലോ, ഐ വാണ്ട് ടു സീ യു നൗ. ഓക്കെ, കം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? പ്രേമനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം? കൂൾ ഇറ്റ് സാവി, കൂൾ ഇറ്റ്. നീ എന്നോട് ചോദിച്ചത് 3 ചോദ്യങ്ങൾ.
എന്റെ ഉദ്ദേശം പ്രേം എന്നോട് എന്ത് ചെയ്തു അവനെ തീർത്താൽ എനിക്കുണ്ടാവുന്ന നേട്ടം. നിന്നോടൊരു മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല മോനെ. ആണോ? സർ, പ്രേം നിങ്ങളുടെ കമ്പനിയിൽ 3 വർഷമായിട്ട് ജോലി നോക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ വിശ്വസ്തൻ. എന്നിട്ടും നിങ്ങൾ അവനെ എവിടേക്ക് വിളിച്ചു വരുത്തുന്നു, ഞങ്ങളെ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു അവനാണ് എൻ്റെ ടാർഗറ്റ് എന്ന്. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് വിയർഡ് മിസ്റ്റർ രാം മോഹൻ? ഇറ്റ്സ് വിയർഡ് സാവി. എനിക്ക് എൻ്റെതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. ആൻഡ് ദേ ഓൾവേസ് വർക്ക് സാവി. പക്ഷെ പ്രേം അവൻ എൻ്റെ കൂട്ടുകാരനാണ് സർ. എനിക്കറിയാം, എനിക്കതാണ് വേണ്ടതും. ആർക്കും ഒരു സംശയവും തോന്നാതെ നിനക്കവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞുവിടാൻ പറ്റും. പക്ഷേ ഇപ്പോഴല്ല, സമയം ഞാൻ പറയും. ടിൽ ദെൻ റോക്ക് ഓൺ. സർ, ഞാൻ പറയുന്നൊന്ന്. നോ ആർഗ്യുമെന്റ്സ് സാവി. ഞാൻ വില പറഞ്ഞുറപ്പിച്ച ഒരു ജോലിയാണിത്. നിനക്ക് പിന്മാറാൻ പറ്റില്ല. പിന്മാറിയാൽ എനിക്ക് പിന്നെയും ചില ഭ്രാന്തൻ ചിന്തകളുണ്ടാവും. നീ ഇപ്പൊ സൈലന്റായി ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. ഉത്തരം ഇതാണ്: ഭീഷണി തന്നെയാണ് സാവി. നീ പിന്മാറിയാൽ ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. സോ ജസ്റ്റ് ക്ലിയർ ഓഫ്. ഐ ഹാവ് ഗോട്ട് ബെറ്റർ തിങ്സ് ടു ഡു. നീ വളരെ ഷാർപ്പാണ്, അതുകൊണ്ട് ചുരുക്കി പറയാം. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. നിന്നെ അറിയിക്കേണ്ടത് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. സാവി, അവനെയാണ് നീ എനിക്ക് വേണ്ടി തീർത്തു തരേണ്ടത്. എപ്പോൾ വേണമെന്ന് ഞാൻ പറയും. അതുവരെ ജസ്റ്റ് എൻജോയ് ഹിസ് കമ്പനി. സാറിന് കൂടുതലൊന്നും എന്നോട് പറയാനില്ല? ഇല്ല. അവനെ കൊച്ചിയിലിട്ട് തീർക്കാറുന്നല്ലോ സാറേ, പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒരുപാട് ചോദ്യങ്ങൾ. എനിക്കത് ഇഷ്ടമല്ല പ്രേം. ഓക്കെ, ഞാനേറ്റ ജോലിയല്ലേ, ചെയ്തു തീർത്തേക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നി തുടങ്ങിയത്. പക്ഷേ 1.5 കോടി രൂപ, അതൊരു വലിയ ടെംപ്റ്റേഷൻ അല്ലേ പ്രേം? പിന്നല്ലേ. ബട്ട് ഈ സാവിയുടെ ലൈഫിന് ഇത്രയ്ക്ക് വിലയുണ്ടെന്നത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ് അല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. എപ്പോഴാന്നുള്ളത് സാറ് പറഞ്ഞാൽ മതി. This is the place. The very heart of Bangkok. ഈ ഹെലിപാഡിൽ നിന്ന് 12 ഫ്ലോർസ് കൂടി. അതാ റാം സാറിൻ്റെ പ്ലാൻ. പ്ലാനിൻ്റെ ബ്ലൂ പ്രിൻറ്റും മറ്റ് ഡീറ്റെയിൽസും തനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സിക്യൂഷൻ തൻ്റെ ജോലിയാണ്. ഷുവർ. യുവർ ഫസ്റ്റ് മേജർ അസൈൻമെൻറ്റ് ഹിയർ. ഇറ്റ്സ് ക്വൈറ്റ് എ ടഫ് ജോബ്. ഹായ് മച്ചാ. ഏയ്, Hey, Prem. What brings you here? ഒന്നുമില്ല, ഞാൻ Hold on. അതെ മമ്മ. ആ മണിയപ്പനോ? ആ വിളിക്കാൻ പറ. ആ ഓക്കെ, ശരി 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 ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു? യോ ഗേൾ ഫ്രണ്ട്? നോ, മമ്മയാ. പാവം, അവിടെ തനിച്ച. മമ്മയുടെ പെറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് ആകെ ഉള്ളത് എൻ്റെ മമ്മയാ. ദാറ്റ്സ് സ്വീറ്റ്. അതെ, എനിക്ക് തന്നോടൊരു ഫാസിനേഷൻ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. അത് വേണ്ട മോളെ,
തൽക്കാലം എനിക്കും അമ്മയ്ക്കും ഇടയിൽ മറ്റാരും വേണ്ട. വേണ്ടേ? വേണ്ട.